എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞങ്ങൾ വിസിറ്റ് പോകണേ. ഞാനുണ്ട്, സലീഷിന്റെ പിന്നെ ജയശേട്ടനും ഉണ്ട് കേട്ടോ. ജയശേട്ടന്റെ കാറിലാണ് പോണത്. ഈ മിഠായി എവിടെന്ന് വെച്ചാൽ വേറെ എവിടെ നിന്നല്ലേ, ഞങ്ങൾ കസ്റ്റമറെ വീട്ടിലേക്ക് പോയപ്പോ അതിന്റെ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു ചേച്ചി തന്നാണ്. അപ്പൊ എന്നെ കണ്ടപ്പോ അവിടുത്തെ മോൾക്ക് മനസ്സിലായി കേട്ടോ, വിനീഷേട്ടനാന്ന് പറഞ്ഞിട്ട് വന്നു എന്റെ അടുത്തേക്ക്. നമ്മുടെ കുടുംബ ഭാഗത്തോട്ട് ആളുടെ വീട്. അപ്പൊ മോളുടെ പിറന്നാൾ തന്നെയായിരുന്നേ. ശിവന്യ എന്നിട്ട് പേര്, 5ാം ക്ലാസ്സിലെ പഠിക്കണെന്ന് പറഞ്ഞേ. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ശിവന്യ മോൾട്ടാ. എന്തായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 7 മണിക്കൊക്കെ വിസിറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടുംബ ഭാഗത്തായിരുന്നിട്ട് വിസിറ്റ്. അപ്പൊ ഒരു കസ്റ്റമറെ പേയ്മെന്റ് വെയിറ്റിംഗിലായിരുന്നു. ഈ സ്ഥലം പിന്നെ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയണ്ടാവേ. ഇത് നമ്മുടെ മുത്തശ്ശേർക്കാവ് ടെമ്പിൾ ആണ്. എന്തായാലും കസ്റ്റമറെ പേയ്മെന്റ് വെയിറ്റിംഗിലാണ്. അപ്പൊ കുറച്ചു നേരം പീസ്ഫുൾ ആയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. ഏകദേശം ഞങ്ങൾ ഒരു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല വൈബ് സ്ഥലട്ടാ. അവിടെ പോയവർക്ക് അറിയണ്ടാവേ. എന്തായാലും പോവാത്തവരൊന്ന് പോയിക്കോളൂ കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ആക്കി. ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ രാവിലെ ആരും ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ പട്ടാമ്പിലെ തീരദേശ റോഡിന് മുമ്പുള്ള ഹോട്ടലാണ്. പാടത്തിന്റെ ഒക്കെ സൈഡിലായിട്ടാണ് ഹോട്ടല്. നല്ല അടിപൊളി വൈബോട്ടോ. ചെറിയ മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല ചൂട് പൊറോട്ടയും കുറച്ച് ബീഫ് കൊണ്ട് പറഞ്ഞു. പിന്നെ എന്താ പറയാ, പൊറോട്ടയുടെ ചൂടും ബീഫിന്റെ ടേസ്റ്റും അങ്ങോട്ട് മനസ്സാണ്ട് നിറഞ്ഞു. സംഭവം ചെറിയ ഷോപ്പാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യേണ്ട ഷോപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ഏകദേശം 3 മണി 3:30 കൂടിയിട്ട് വിസിറ്റ് ഒക്കെ അവസാനിപ്പിച്ച് എന്നിട്ട് അവര് വീട്ടിൽ പോയി, ഞാനും വീട്ടിൽ പോവാണ്. പട്ടാമ്പിന്ന് പിന്നെ പോകുന്ന വഴിയിൽ മാങ്ങാണ്ട് കേട്ടോ. അപ്പൊ ഒന്നും നോക്കിയില്ല, 1 കിലോ വാങ്ങിണ്ടേ. പിന്നെ അവിടെ സെന്ററിൽ എത്തി അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനോട് കുറച്ചേരം സംസാരിച്ചു. ഇന്ന് 2 മാങ്ങ എടുത്ത് അച്ഛനും കൊടുത്തിട്ടാ. അങ്ങനെ അച്ഛനോട് ടാറ്റ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും യാത്രയായി. വേറെ എവിടേക്കില്ലോട്ടോ, എന്റെ വീട്ടിൽ തന്നെയാണ്. പിന്നെ സൂര്യയുടെ മുഖത്ത് എന്താ എത്ര പ്രസവിച്ച വേറെ ഒന്നല്ലേ, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഒരു കളിയാക്കാണ് കേട്ടോ. ലേറ്റ് ആയിട്ട് ചായ കുടിച്ചോണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇന്നലെ വാങ്ങിയ വെളുത്തുള്ളി അച്ചാറും പിന്നെ ഓംലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സൂര്യ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കറി വേണ്ടാന്ന് പറഞ്ഞാണ്. എനിക്കാണെങ്കിൽ ചോറിന് അത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വല്ല ചമ്മന്തിയോ വല്ല അച്ചാറൊക്കെ എന്തെങ്കിലും ഉണ്ടായി ഞാൻ കഴിക്കും. അപ്പൊ കറികളൊന്നും വേണം നിർബന്ധമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഹാപ്പി, സൂര്യ ഹാപ്പിയാണ്. സൂര്യ ഓരോ കോമഡി ഒക്കെ പറഞ്ഞോണ്ടിരിക്കണ്ടേ, അതാണ് ഞാൻ തലാട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫുഡ് കഴിച്ച പ്ലേറ്റ് പിന്നെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എനിക്ക് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ ഷെൽഫിക്ക് എടുത്തേക്ക്. പിന്നെ സൂര്യ മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് 3-4 കഷ്ണം എടുത്തിട്ട് അകത്താക്കി. സൂര്യ പിന്നെ നുണക്കുഴി പറഞ്ഞ ഒരു പടം കണ്ടോണ്ടിരിക്കായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം TV കണ്ടോണ്ടിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഏകദേശം ഒരു 5 മണി ആവണോട് കൂടിയിട്ട് തേജു വന്നിട്ട് കേട്ടോ. തേജും പിന്നെ അമ്മയും പാടെ എന്തൊക്കെയാ കഥകൾ പറഞ്ഞിട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ശിവന്റെ മോളുടെ ബർത്ത്ഡേന് കിട്ടിയ മിഠായി തേജുവിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശിവന്റെ മോള് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. ഒരു ചേച്ചി വന്നതാ ഇന്ന്, ശിവന്യ ചേച്ചിയുടെ പിറന്നാളാ പറയാം. അപ്പോൾ അച്ഛൻ വിസിറ്റ് പോയപ്പോ ഒരു ചേച്ചി വന്നാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ശിവന്യ ചേച്ചി പറയും. ശിവന്യ ചേച്ചി പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.